ലൈഫിൽ എന്നും ഓർത്ത് വെക്കുന്ന ഒരു യാത്ര പോയാലോ? എ ട്രിപ്പ് ടു റിമെമ്പർ. ഈ ട്രിപ്പ് ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ. ആരാണെന്നല്ലേ പറയാം. കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അപ്പനും അമ്മയാട്ടോ എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവിടുന്നേ. എൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടി പോയോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഒടുക്കത്ത വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഈ CS എലയത്ത് മതിലകത്തെ ഒരു പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കയറി ഒരു നെയ്റോസ്റ്റ് കഴിച്ചപ്പോൾ സ്വർഗം. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക്. എന്തോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ട്രിപ്പിൻ്റെ ആണോ അതോ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളിൻ്റെ ആണോ ഒരു ഐഡിയ ഇല്ല. ഓ മൈ ഗോഡ്. അങ്ങനെ എയർപോർട്ട് ഓൾമോസ്റ്റ് എത്താറായി. നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ആരുടെ കൂടെയാണെന്ന് അറിയണ്ടേ? ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ? ഞങ്ങളുടെ കന്നി യാത്ര, ബെന്നീസ് റോയൽസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കന്നി യാത്ര ഞങ്ങൾ രണ്ടുപേരുടെ അല്ലേ? നമ്മുടെ ബെന്നിച്ചേട്ടൻ. യാത്രക്കുള്ള എല്ലാ ആശംസകളും ഗോൾഡൻ പാസ്പോർട്ട് ഉണ്ട്. അത് ചട്ട മാത്രമാണ് ഗോൾഡൻ. അതെ, യാത്രയ്ക്ക് എല്ലാ അതെ 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 അതെ. നമ്മുടെ ഈ ഹോൾ ട്രിപ്പ് സ്പോൺസർ ചെയ്തേക്കുന്നതും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തേക്കുന്നതും ബെന്നീസ് റോയൽസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അതായത് നമ്മുടെ സ്വന്തം ബെന്നിച്ചേട്ടൻ. നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള തൊപ്പിയും ട്രാവൽ ബാഗും ട്രാവൽ ഐറ്റിനറിയും ടിക്കറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ ഞങ്ങളെ യാത്ര അയക്കാൻ എയർപോർട്ടിലേക്ക് വന്നേക്കുന്നത്. ഇവനെന്റെ ജൂനിയർ ആയിരുന്നു, അതായത് ബെന്നിച്ചേട്ടന്റെ മകൻ. ഇവനെന്റെ ജൂനിയർ. ഞങ്ങളങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല, എന്നാലും ഇവനെന്റെ ജൂനിയർ. അപ്പൊ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം ഗൈസ്. ബൈ. എൻ്റെ ജൂനിയറിൻ്റെ പപ്പയാണ് ബെന്നിച്ചേട്ടൻ എന്നുണ്ടെങ്കിൽ പോലും ബെന്നിച്ചേട്ടനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ ഈ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നത് വരെയുള്ളത് ഒരു വലിയ കഥയാണ്. ഞാൻ ചുരുക്കി പറയാം. ഒരു കോളേജ് പ്രോഗ്രാമിന് ഞാനും ബെന്നിച്ചേട്ടനും ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നാണ് ശരിക്കും വിശദമായി ബെന്നിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് ബെന്നിച്ചേട്ടൻ അറിഞ്ഞപ്പോൾ ബെന്നിച്ചേട്ടൻ ഓഫർ ചെയ്ത ഒരു ട്രിപ്പാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അന്നാ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ എയർപോർട്ട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ദർശ്, ഇനി ലോഞ്ചിന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ദുബായിക്ക് പോയിരുന്നു. ഞങ്ങൾ സോളമൻ്റെ തേനീച്ചകൾ GCC റിലീസാന്ന് തോന്നുന്നു. ദുബായില് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അതെ അതെ, ദുബായിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പം ഞങ്ങളുടെ പ്രൊമോഷനും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ GCC റിലീസിന് വേണ്ടി ഞങ്ങൾ പോവാണ്. ഞാൻ, ഇവിടെ ലാൽജോ സാർ. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ലാൽജോ സാറിൻ്റെ കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി ചെക്കിൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പോഴാണ് ലോഞ്ച് എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര പൊട്ടത്തികളാണ് ആ സമയത്ത്. ഞങ്ങൾ ആദ്യമായിട്ട് എയർപോർട്ട് ലോഞ്ച് എന്താണെന്ന് അറിയുന്ന ഒരു സമയം. അപ്പം ഞങ്ങൾക്ക് കാർഡും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ലാൽജോ സാറ് പറഞ്ഞു ലാൽജോ സാറിൻ്റെ കാർഡിലൊക്കെ കയറ്റാം. പക്ഷെ അത് പോസിബിൾ ആയിരുന്നില്ല ആ സമയത്ത്. ഒരാൾക്കേ പറ്റുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞൊരു അറിവുണ്ട്, ഞങ്ങൾക്ക് എന്താണെന്ന് പറയുക, നല്ല ഫുഡ് കിട്ടും ഫ്രീ ആയിട്ട്. 2 രൂപയ്ക്ക് ഇഷ്ടം പോലെ ഫുഡ് കിട്ടും, എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്തായിരിക്കും. ഞങ്ങൾക്ക് ഒന്നാമത് വിശക്കുന്നുണ്ടായിരുന്നു. 2 രൂപയ്ക്ക് ഗൈസ് ഇഷ്ടം പോലെ ഫുഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്തായിരുന്നു ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ആലോചിച്ചിരുന്നു. അത് കഴിഞ്ഞ് അപ്പം പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. സാറും കയറിയില്ല. ഞങ്ങൾ കയറാൻ പറ്റാത്തതുകൊണ്ട് സാറ് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ആ കോമൺ ലോഞ്ചിൽ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾക്ക് ഫുഡെല്ലാം വാങ്ങിച്ച് വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡെല്ലാം വാങ്ങിച്ചു തന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ സാറിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇരുന്നത് ഞാനിപ്പോൾ ഓർക്കുവാണ്. അതായത് ഞങ്ങളോടന്ന് ലാൽ സാറ് പറഞ്ഞു, അതായത് ദർശനം. ഞാൻ ലാൽജോ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഭയങ്കര ബോറായിട്ട് ഇമിറ്റേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ പോലും ചിരിച്ചു തരാൻ ഇവളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾ വലിയ കുട്ടികളായി. ഞങ്ങൾക്ക് എന്താ പറയുക, ലോഞ്ച് ആക്സസ് ഒക്കെ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈം അല്ലേ ലോഞ്ചിൽ? ഫസ്റ്റ് ടൈം ദുബായ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷെ ട്രാവൽ ഫസ്റ്റ് ടൈമാണ്, ഐ മീൻ സെക്കൻഡ് ടൈമാണ് അല്ലേ? അതെ. നമ്മുടെ കേരള ഫുഡാണ് മെയിനായിട്ട് ലോഞ്ച് ആക്സസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. വെജ്, നോൺ വെജ് എല്ലാം ഉണ്ട്.
അതിന് പുറമെ സാലഡ്സും ഡെസേർട്സും എല്ലാ തരത്തിലുള്ള ബിവറേജസും ഒരു ബാർ കൗണ്ടർ അടക്കം ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഫ്രീ ആട്ടോ. വരുന്ന വഴി നെയ്റോസ്റ്റ് കഴിച്ചുകൊണ്ട് എനിക്കത്ര വിശപ്പുണ്ടായില്ല, പക്ഷെ ദർശനയ്ക്ക് നല്ല വിശപ്പായിരുന്നു. നിനക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം? എനിക്ക് ഞാൻ എല്ലാം ട്രൈ ചെയ്യും. ഫുഡൊക്കെ കഴിച്ച് ബോർഡിങ്ങിന് സമയമായപ്പോ ഗേറ്റിന്റെ അവിടെ എത്തി. അപ്പോഴാ ഇവരെ പരിചയപ്പെടുന്നത്. നായകനൊക്കെ കാണാറുണ്ടായിരുന്ന പിന്നെ അതിന്റെ സംശയം അതെ അതെ എല്ലാം വരും എല്ലാം. വെങ്കിടേഷ് അതെ അതെ അതെ. ഓ വലിയ ആളായി. ഇവരെല്ലാരും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവരാണ്. കൂട്ടത്തില് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട 2 മുതലാണിത്. സെബാസ്റ്റ്യൻ അച്ചായനും ലീലാമ്മച്ചിയും. അങ്ങനെ കുറെ സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവസാനം ഫ്ലൈറ്റ് കയറി. Are you excited? അതെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതും അവള് കിടന്നുറങ്ങി. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ ട്രെയിനിൽ മാത്രമേ ഞാനിങ്ങനെയൊക്കെ പൊതച്ചു മൂടി കിടക്കുന്ന കണ്ടിട്ടുള്ളൂ. ഫ്ലൈറ്റിലും ഇപ്പം ഇതാണല്ലോ അവസ്ഥ. ബൈ ദ വേ, ഈ ഫ്ലൈറ്റിലെ എയറോസ്റ്റസ് ആണ് കേട്ടോ ആ വെള്ള പൊതിച്ചു കിടക്കുന്നേ. നേരം വെളുത്തു ഗൈസ്. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും ഈ ഫ്ലൈറ്റ് യാത്രകളിൽ എനിക്ക് ഉറക്കം കിട്ടാറില്ല. അതിനൊക്കെ നമ്മുടെ ദർശു എന്ത് സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്നറിയോ. ഭയങ്കര സൺലൈറ്റ് ഒക്കെ വന്നു തുടങ്ങിയപ്പം ഒരാൾ എണീറ്റിട്ടുണ്ടേ. ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല അമ്മച്ചിയുടെ. Are you excited? അങ്ങനെ ദേ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായി. എങ്ങോട്ടൊക്കെയാ ഞങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് ഞങ്ങൾ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. അറിയണ്ടേ? All contact our hotel 0252 9999. എന്ത് പറഞ്ഞാലും പിന്നെ ഈ മണ്ടി വിശ്വസിച്ചോളൂ. അങ്ങനെ ലാൻഡ് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ പെട്ടിയും കിടക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ലിയോ. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ തായ്ലൻഡ് ദിവസങ്ങൾ, ഞങ്ങളുടെ ടൂറെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങളെ കൊണ്ട് നടക്കുന്നത് ലിയോ ആയിരിക്കും. ഞങ്ങൾ ദേശവാത്തിക്കാ എന്നൊക്കെ പറഞ്ഞ് ആള് ഞങ്ങളെ കയ്യിലെടുത്തു. നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ ദർശുവിൻ്റെ പരിഷ്കാരം തുടങ്ങിയിരുന്നു ഗൈസ്. അടുത്തെടുക്ക് വലിയ പീസ് എടുക്കും. 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 നിന്നെ കൊണ്ട് പറ്റും ദർശൻ. അനാവശ്യ മോട്ടിവേഷനും കൊടുത്ത് വയറ് നിറയെ തീറ്റിച്ചതേ ഓർമ്മയുള്ളൂ. മടുത്തു ഗൈസ്. ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ഫ്രം വേൾഡ് ഓഫ് വിൻസി.